CPM-നകത്ത് നിന്ന് വോട്ട് ചോർച്ച എന്ന് പറയുമ്പോൾ അത് കെ സുധാകരൻ എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ ശത്രുവായ കെ സുധാകരൻ മാത്രമല്ല, ബി ജെ പിയിലേക്ക് CPM-ന്റെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് ചോരുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമാണ്. ഈ അഴിമതിയും ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിനകത്ത് CPM മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടിക്കകത്തെ അടിത്തറ തകരുന്നു എന്നുള്ളത് പാർട്ടി അനുഭാവികൾ ഉൾപ്പെടെ BJPക്ക് വോട്ട് ചെയ്ത സാഹചര്യത്തിൽ എത്തുമ്പോൾ ഈ പാർട്ടി ഏത് രൂപത്തിൽ എത്തും? ബംഗാൾ ഇവരുടെ മുമ്പിൽ ഒരു പാടായിട്ടുണ്ടല്ലോ, തിരിച്ചു വരാൻ പറ്റിയില്ലല്ലോ ഇതുവരെ. അപ്പോൾ ഇനി കേരളത്തിൽ ഈ ഭരണത്തിന്റെ അവസാനത്തോടുകൂടി വടക്കൻ മലബാറിൽ ഉണ്ടായ തിരിച്ചടി വലിയ CPM-ന്റെ പാർട്ടി കേന്ദ്രമല്ലേ? അപ്പൊ ആരെങ്കിലും ഇത് പറയണ്ടേ? പൂച്ചക്ക് ആര് മണികെട്ടും എന്ന ചോദ്യമുണ്ട്. സ്വാഭാവികമായും മനമെടുത്തിട്ടാണെങ്കിലും പാർട്ടിക്കകത്ത് നാളെ ഒരു സ്ഥാനം ആഗ്രഹിക്കാതെ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയാണ്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്ത് ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ ഇത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജയരാജനെ പോലെ ഏറ്റവും അപ്രമാദിത്വമുള്ള പാർട്ടിയിലെ സർവ്വസ്വരൂപിയായ എന്താ പറയുന്നത് ചെന്താരകമായി മാറിയ പിന്നെ വാഴ്ത്തുപാട്ടുകളുടെ രാജകുമാരനാക്കി മാറ്റിയ ജയരാജൻ ഇന്ന് ശരശയ്യയിൽ കിടന്ന് ഉലയുമ്പോൾ ഒരാൾ പോലും വന്ന് ജയരാജനെ ന്യായീകരിക്കാത്തത്. അതുകൊണ്ടാണ് പോരാളി ഷാജി വീണ്ടും ആർക്ക് വേണ്ടി വരുന്നത്? ജയരാജന് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ആകാശ് തില്ലങ്കേരി മനു തോമസിനെ വെല്ലുവിളിക്കുന്നത്. കാരണം കാണിച്ചു തരാം, പാർട്ടിയോട് കളിച്ചാൽ വിടില്ല, പാർട്ടിയോടല്ല ജയരാജനോട് കളിച്ചാൽ വിടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കാര്യമുള്ളതെന്നറിയാമോ? ഈ പാർട്ടിക്കകത്ത് ഞാനൊരു പരാതി ഉന്നയിക്കുന്നു, ആ ഉന്നയിച്ച പരാതി ശരിയാവണ്ണം പരിഗണിക്കപ്പെട്ടില്ല, പരിഗണിക്കാതെ വന്നപ്പോ ഒരു മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു വലിയ നേതൃത്വം, ഈ പാർട്ടി രക്ഷപ്പെടണമെന്ന് പറയുന്ന വലിയ നേതൃത്വം ഈ മനു തോമസ് പറയുന്ന കാര്യത്തിന്റെ പിറകിലുണ്ട് എന്നുള്ളത് മനൂസ് തോമസിനെ അംഗീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിനകത്ത് കമന്റ് ഇടുന്ന ആളുകളെ അവിടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രൊഫൈലല്ല പി ജയരാജന് വേണ്ടി ന്യായീകരിക്കുന്നവർ. അവരൊക്കെ ക്രിമിനലുകളും കൊലക്കേന്ദ്ര പ്രതികളും അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കൊട്ടേഷൻ കേന്ദ്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ പേരിൽ ഫാൻ ഫോളിയോ ഉള്ള ആളുകളാണ് എന്നുള്ളത് കൃത്യമായി അത് കാണേണ്ട കാര്യമാണ്.